ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള സർക്കാർ സ്ഥാപനങ്ങളിൽ വന്നിട്ടുള്ള താൽക്കാലിക ഒഴിവുകളെ കുറിച്ചിട്ടാണ്. കരാർ നിയമനമാണ് വന്നിട്ടുള്ളത്. ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം നടത്തുന്നത്. കുറഞ്ഞ യോഗ്യത വരുന്നത് 10ാം ക്ലാസ് ആണ്. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ആദ്യം ഇടുക്കി ജില്ലയിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ കരാർ അടിസ്ഥാനത്തിൽ പ്രോജക്റ്റ് അസിസ്റ്റന്റിന് 2026 മാർച്ച് 31 വരെ നിയമനം നടത്തുന്നതിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. യോഗ്യത സംസ്ഥാന സാങ്കേതിക പരീക്ഷാ കൺട്രോളർ അല്ലെങ്കിൽ സാങ്കേതിക വിദ്യാഭ്യാസ ബോർഡ് നടത്തുന്ന 3 വർഷത്തെ ഡിപ്ലോമ ഇൻ കൊമേഴ്സ്യൽ പ്രാക്ടീസ് അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെൻറ്റ് പാസ്സായിരിക്കണം. അല്ലെങ്കിൽ കേരള സർവകലാശാലകൾ അംഗീകരിച്ചിട്ടുള്ള ബിരുദവും ഒപ്പം 1 വർഷത്തിൽ കുറയാതെയുള്ള അംഗീകൃത ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനോ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനോ പാസ്സായിരിക്കണം. 2025 ജനുവരി 1-ന് 18-നും 30-നും ഇടയിൽ പ്രായമുള്ള പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് 3 വർഷത്തെ ഇളവ് ലഭിക്കുന്നതാണ്. അപേക്ഷ ജൂൺ 10-ന് 5 മണിക്ക് മുൻപായി സെക്രട്ടറി, ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ്, തടിയമ്പാട് PO, ഇടുക്കി എന്ന വിലാസത്തിൽ സമർപ്പിക്കണം. അടുത്തത് ഇടുക്കി ജില്ലയിൽ തന്നെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട പ്രൊഫഷണൽ വിദ്യാഭ്യാസ യോഗ്യതയുള്ള യുവതി യുവാക്കളിൽ നിന്നും സോഷ്യൽ വർക്കിൽ ബിരുദാനന്തര ബിരുദമുള്ളവരെ കമ്മ്യൂണിറ്റി സോഷ്യൽ വർക്കർമാരായി നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. MSW യോഗ്യതയുള്ള 21-നും 35-നും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം അപേക്ഷകർ. ജില്ലാ തലത്തിൽ നടത്തുന്ന അഭിമുഖത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം. പ്രതിമാസ ഹോണറേറിയം 20,000 രൂപയാണ് ലഭിക്കുന്നത്. നിലവിൽ കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്നവർ അപേക്ഷിക്കേണ്ടതില്ല. പരിശീലന കാലാവധി 1 വർഷമാണ്. പരിശീലന കാലയളവിലെ പ്രവർത്തനം വിലയിരുത്തി പരമാവധി 1 വർഷം കൂടി ദീർഘിപ്പിച്ച് നൽകും. പരിശീലന പദ്ധതി ആണെന്നതിനാൽ കമ്മ്യൂണിറ്റി സോഷ്യൽ വർക്കർമാരായി പരിശീലനം നൽകുന്നവർക്ക് സ്ഥിര നിയമനത്തിന് അർഹതയുണ്ടായിരിക്കുന്നതല്ല. നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷ, ജാതി, വിദ്യാഭ്യാസ യോഗ്യത, പ്രായം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പും പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവ സഹിതം ബന്ധപ്പെട്ട ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ സമർപ്പിക്കണം. പട്ടികജാതി വികസന വകുപ്പിന്റെ വിവിധ ജില്ലാതല ഓഫീസുകളിലും വിവിധ കോർപ്പറേഷൻ ഓഫീസുകളിലും ഡയറക്ടറേറ്റിലുമായി 60 പേർക്കാണ് നിയമനം നൽകുന്നത്. ജൂൺ 5 വരെ അപേക്ഷകൾ സ്വീകരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് മത്സ്യഫെഡിലാണ് ഒഴിവ് വന്നിട്ടുള്ളത്. മത്സ്യഫെഡിന്റെ എറണാകുളം നെറ്റ് ഫാക്ടറിയിൽ അവിദഗ്ധ പുരുഷ തൊഴിലാളികളുടെ 4 ഒഴിവിലേക്ക് 10ാം ക്ലാസ് യോഗ്യതയുള്ളവരെ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമിക്കുന്നുണ്ട്. പ്രായപരിധി 18-നും 40-നും ഇടയിലാണ്. മത്സ്യത്തൊഴിലാളി സഹകരണ സംഘത്തിൽ അംഗത്വമുള്ള മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽപ്പെട്ടവർക്ക് മുൻഗണന ഉണ്ടായിരിക്കുന്നതാണ്. സർട്ടിഫിക്കറ്റുകൾ സഹിതം ജൂൺ 11-ന് രാവിലെ 11 മണിക്ക് ഫാക്ടറി ഓഫീസിലെത്തണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് പാലക്കാട് ജില്ലയിലാണ് ഒഴിവ് വന്നിട്ടുള്ളത്. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ന്യൂറോ ടെക്നീഷ്യൻ തസ്തികയിലേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ ന്യൂറോ ടെക്നീഷ്യനെ നിയമിക്കുന്നതിന് ജൂൺ 5-ന് രാവിലെ 10-ന് കൂടിക്കാഴ്ച നടക്കുന്നുണ്ട്. അപേക്ഷകർ ഗവൺമെൻറ് അംഗീകൃത യോഗ്യതയായ +2 ഡിപ്ലോമ ഇൻ ന്യൂറോ ടെക്നോളജിയും കേരള പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷനുള്ളവരും 2025 മെയ് 1-ന് 40 വയസ്സിൽ പ്രായമുള്ളവരുമായിരിക്കണം. പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. താല്പര്യമുള്ള അപേക്ഷകർ നിങ്ങളുടെ പ്രായം, യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്നതിനുള്ള ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും അവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് പാലക്കാട് ജില്ലയിൽ കോട്ടായി ആൺകുട്ടികളുടെ ഗവൺമെന്റ് പ്രീ മെട്രിക് ഹോസ്റ്റലിലേക്ക് മാട്രൺ കം റെസിഡന്റ് ട്യൂട്ടറെ കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നുണ്ട്. ബിരുദവും BEdുമുള്ള കുഴൽമന്ദ ബ്ലോക്ക് പരിധിയിൽ സ്ഥിര താമസക്കാർക്ക് അപേക്ഷിക്കാം. താല്പര്യമുള്ളവർ ജൂൺ 5-ന് രാവിലെ 10 മണിക്ക് കുഴൽമന്ദ ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ എത്തിച്ചേരേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കോട്ടയം ജില്ലയിലാണ് ഒഴിവ് വന്നിട്ടുള്ളത്. വെള്ളുത്തുരുത്തി ഗവൺമെന്റ് UP സ്കൂളിൽ LVST, ഹിന്ദി ഫുൾ ടൈം വിഷയങ്ങളിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ അധ്യാപക നിയമനം നടത്തുന്നുണ്ട്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ അസൽ സർട്ടിഫിക്കറ്റുകളുമായി അധ്യാപക LVST തസ്തികയിലേക്ക് ജൂൺ 5-ന് രാവിലെ 11 മണിക്കും അധ്യാപക ഹിന്ദി തസ്തികയിലേക്ക് ഉച്ചയ്ക്ക് 2 മണിക്കും ഇൻ്റർവ്യൂവിന് ഓഫീസിൽ ഹാജരാവണം. വിശദ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് പത്തനംതിട്ടയിലാണ് ഒഴിവ് വന്നിട്ടുള്ളത്. വെച്ചുച്ചിറ സർക്കാർ പോളിടെക്നിക് കോളേജിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കുന്നുണ്ട്. തസ്തികയും യോഗ്യതയും നോക്കുകയാണെങ്കിൽ ആദ്യം ലെക്ചറർ ഇൻ ബയോ മെഡിക്കൽ എഞ്ചിനീയറിംഗ് തസ്തികയിലേക്ക് ക്വാളിഫിക്കേഷൻ വരുന്നത് ബന്ധപ്പെട്ട വിഷയത്തിലുള്ള BTech ഫസ്റ്റ് ക്ലാസ് ആണ്. അടുത്തത് ട്രേഡ്സ്മാൻ ഇൻ ബയോ മെഡിക്കൽ എഞ്ചിനീയറിംഗ് പോസ്റ്റാണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് ബന്ധപ്പെട്ട വിഷയത്തിലുള്ള ITI അല്ലെങ്കിൽ ഡിപ്ലോമയാണ്. അടുത്തത് ട്രേഡ്സ്മാൻ ഇൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് പോസ്റ്റാണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് ബന്ധപ്പെട്ട വിഷയത്തിലുള്ള ITI അല്ലെങ്കിൽ ഡിപ്ലോമയാണ്.
അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ ബയോഡേറ്റയും മാർക്ക് ലിസ്റ്റും 10ാം തരം അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയും തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളുമായി ജൂൺ 5 രാവിലെ 10 മണിക്ക് കോളേജിൽ നടക്കുന്ന അഭിമുഖത്തിന് ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കോഴിക്കോട് ജില്ലയിൽ പേരാമ്പ്ര ഗവൺമെൻറ് ITIയിൽ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ ട്രേഡിൽ ഇൻസ്ട്രക്ടറുടെ ഒരു താൽക്കാലിക ഒഴിവിലേക്ക് ഗസ്റ്റ് ഇൻസ്ട്രക്ടറെ നിയമിക്കുന്നുണ്ട്. അഭിമുഖം ജൂൺ 5 രാവിലെ 11 മണിക്ക് നടക്കും. ക്വാളിഫിക്കേഷൻ ബന്ധപ്പെട്ട ട്രേഡിൽ ബിടെക്കും 1 വർഷത്തെ പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ 3 വർഷ ഡിപ്ലോമയും 2 വർഷത്തെ പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ NTC അല്ലെങ്കിൽ NIC 3 വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ 2 സഹിതം പേരാമ്പ്ര ഗവൺമെൻറ് ITIയിൽ ഇൻ്റർവ്യൂവിന് ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.